Hi everyone, welcome back. This is Niridhana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറേ അടിപൊളി പെർഫ്യൂംസ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള അണ്ടർ 299 399 പോലത്തെ പെർഫ്യൂംസ് ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. ഇന്നത്തെ പെർഫ്യൂംസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 700 ടു ഒരു 1200 1300 ആ റേഞ്ചിൽ വരുന്നതാണ്. മോസ്റ്റ്ലി അണ്ടർ 1000 ആണ്. ആൻഡ് കുറച്ചും കൂടെ റിനൗണ്ട് ബ്രാൻഡ്സ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ബെറ്റർ വേരിയൻസ് ആർ ഓൾസോ അവൈലബിൾ ഹിയർ. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെർഫ്യൂം ക്രൈസ് വരും, ഞാൻ ഒരു ബൾക്കായിട്ട് കുറേ പെർഫ്യൂം വാങ്ങും, ഉപയോഗിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ഒരു പെർഫ്യൂം വാങ്ങിക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഒന്ന് ലോഞ്ചിറ്റിവിറ്റി, മൊത്തത്തിൽ എത്ര നേരം മണം നിൽക്കും. പിന്നെ ഉള്ളത് പ്രൊജക്ഷൻ. ഇപ്പോൾ ഞാൻ റൂമിലോട്ട് കയറി വരുമ്പം എത്ര ദൂരത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വരെ മണം കിട്ടുന്നു എന്നുള്ളതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തത് ഇസ് സിയാജ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ എഴുതുന്നത് സില്ലേജ് എന്നാണ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു വഴി കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം മണം അവിടെ നിൽക്കും. ചിലരിങ്ങനെ ഹെഡ് ടേണർ ഫ്രേഗ്രൻസ് ഒക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ പ്രൊജക്ഷനും സിയാജും അത്യാവശ്യം ഗുഡ് ആണെങ്കിൽ അതിനർത്ഥം പെർഫ്യൂം ഇസ് ഗുഡ്. പെർഫ്യൂം തന്നെ EDP ആൻഡ് EDT ഉണ്ട്. EDPയിലാണെങ്കിൽ ഈ എസെൻഷ്യൽ ഓയിൽ കോൺസെൻട്രേഷൻ വുഡ് ബി ബെറ്റർ. ആൻഡ് ഹയർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സിയാജ് അതുപോലെ ഈ പ്രൊജക്ഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഒരു പെർഫ്യൂം എടുക്കുമ്പോൾ 3 നോട്ട്സ് ആണുള്ളത്. ടോപ്പ് നോട്ട്, മിഡിൽ അല്ലെങ്കിൽ ഹാർട്ട് നോട്ട്, ബേസ് നോട്ട്. ഇതിൽ ടോപ്പ് നോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ ഫ്യൂ മിനിറ്റ്സ് നമുക്ക് കിട്ടുന്ന ഒരു മണമാണ്. ഈ ഹാർട്ട് നോട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരു പെർഫ്യൂമിൻ്റെ ഫ്രേഗ്രൻസിൻ്റെ ഒരു 70% നമുക്ക് കണ്ടുപിടിക്കാൻ വരുന്നത് ഈ ഹാർട്ട് നോട്ടിൽ നിന്നാണ്. പിന്നെ ബേസ് നോട്ടും ഉണ്ട്. എല്ലാ ഫ്രേഗ്രൻസസിനും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാണുമ്പം എന്താണെന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ ദാറ്റ് ഇസ് അപ്പാരൻ്റ്ലി ദ തീം. ഓക്കെ, സോ ദ ഫ്രേഗ്രൻസ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ടുഡേ ഇസ് മല്ലിക. മല്ലിക എന്നാണ് ഞാൻ ആദ്യം വിളിച്ചത്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മാലിക ബിക്കോസ് ഡബിൾ എൽ ഇല്ല. ഇറ്റ് ഇസ് ബൈ ദ ബ്രാൻഡ് നിസാര ബ്യൂട്ടി. ഈ മാലിക ലാൻകോം ബ്രാൻഡിൻ്റെ ഐഡോൾ എന്നൊരു പെർഫ്യൂമുണ്ട്. ഇറ്റ്സ് വെരി ഫേമസ് വൺ. അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനായിട്ടാണ് പറയുന്നത്. ഐഡോൾ ഭയങ്കര ഒരുപാട് എന്താ പറയുക കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ്. മല്ലികയുടെ ടോപ്പ് നോട്ട്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് കറന്റ്, പിയർ, ബെർഗമോട്ട് അങ്ങനെയൊക്കെ. ഹാർട്ട് നോട്ട്സ് ഫ്ലോറലാണ്, റോസ്, ജാസ്മിൻ ആൻഡ് ലിലി. ഈ ഹാർട്ട് നോട്ടിലാണ് ഈ ലാൻകോമിൻ്റെ പെർഫ്യൂമായിട്ട് മാച്ച് ഉള്ളത്. ആൻഡ് ബേസ് നോട്ട് ഇസ് വെനില, മസ്ക്, പച്ചോളി ആൻഡ് ആംബർ. ഇതിലെ ആ ഫ്ലോറൽ നോട്ട്, the fragrance is so floral, it is very fresh and അടിച്ചിട്ടൊരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ ഒരു കയ്യകലത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ മണം കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഡ്രസ്സിൽ ആ മണമുണ്ട്. ഞാൻ ആ ഡ്രസ്സ് ഊരി ഇട്ടിട്ട് ഇപ്പം ഐ എം വെയറിങ് എ ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റ് നൗ. ഐ ക്യാൻ സ്മെൽ ഇറ്റ് ഫ്രം മൈ ബോഡി ആസ് വെൽ. ഓൾദോ ഞാൻ ബോഡിയിലോട്ടല്ല സ്പെസിഫിക്കലി അടിച്ചതും. ദ ഫ്രേഗ്രൻസ് ഇസ് സോ ഗുഡ്. ആൻഡ് മല്ലികയ്ക്ക് ഞാൻ കണ്ട റിവ്യൂസ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഇച്ചിരി കുറവാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഇതിനെയാണോ കുറവെന്ന് വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. This perfume is nothing like I have tried before. It's essentially it is floral. ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഡേ ടൈം ആയിട്ടോ നൈറ്റ് ടൈം ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. നിസാര ബ്യൂട്ടിയുടെ പെർഫ്യൂംസ് അല്ലെങ്കിൽ തന്നെയും ദേ ആർ റിയലി ഗുഡ്. അവരുടെ മിസ് ഗോർജിയസ്, അതുപോലെ ടീസ്, ഇതൊക്കെ നല്ല പെർഫ്യൂംസ് ആണ്. ഐ എം റിയലി എന്താ പറയുക അഡിക്റ്റഡ് ടു നിസാര ബ്യൂട്ടി പെർഫ്യൂംസ് റൈറ്റ് നൗ. നെക്സ്റ്റ് വൺ ഫ്രം നിസാര ബ്യൂട്ടി. നിസാരയുടെ 2 പെർഫ്യൂംസേ ഉള്ളൂ. മൈ ഹസ്ബൻഡ് പിക്ഡ് Aqua Night. Aquaക്ക് ഡേയും ഉണ്ട് നൈറ്റും ഉണ്ട്. സോ സംഹൗ ഹീ ലൈക്ക് നൈറ്റ് മോർ. എഗെയിൻ അവിടെ പാക്കേജിങ് ആക്ച്വലി നല്ലതാണ്. ഈ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ, അതിൽ ഗോൾഡൻ ഇങ്ങനെ റൈറ്റിംഗ് ഉണ്ട്. ഇറ്റ്സ് എ വെരി നൈസ് നോ നോൺസെൻസ് പാക്കേജിങ് വിച്ച് ഐ റിയലി ലൈക്ക്. ആപ്പിൾ, പെപ്പർ ആൻഡ് സിഡാർ വുഡ്, മറൈൻ വുഡി എന്നാണ് അവർ ഈ ഫ്രേഗ്രൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം വൈൽഡ് സ്റ്റോൺ ഹൈഡ്ര പോലെയൊക്കെ ടിപ്പിക്കൽ അക്വാറ്റിക് ഫ്രേഗ്രൻസ് അല്ല. യു ഡു ഗെറ്റ് ദ വുഡി സ്മെൽ ആൻഡ് ഹീ റിയലി ലൈക്സ് ഇറ്റ്. ഹീ ഈസ് എ വെരി പിക്കി അബൌട്ട് ഫ്രേഗ്രൻസസ്. സോ he likes it. Definitely ഇത് മാസ്കുലിൻ ഫ്രേഗ്രൻസ് ആണ്, പക്ഷേ നോട്ട് എ സ്ട്രോങ് ആക്സ് ലൈക്ക് ഫ്രേഗ്രൻസ്. അത്യാവശ്യം പെർഫ്യൂംസ് കുറച്ച് നല്ല ഫ്രേഗ്രൻസസ് ഇഷ്ടമാണ്, ബട്ട് യു ഡോണ്ട് വാണ്ട് സംതിങ് സ്ട്രോങ് ഫോർ യുവർ മാൻ എന്നാണെങ്കിൽ ഐ തിങ്ക് ആക്വ ബൈ നിസാര ബ്യൂട്ടി വുഡ് ബി ഗുഡ്. ഡേയും നൈറ്റും ട്രൈ ചെയ്ത് നോക്കുക. നൈറ്റ് ഇസ് എ ബിറ്റ് മോർ സ്ട്രോങ്ങർ ദാൻ ഡേ, ബട്ട് ദ ഫ്രേഗ്രൻസ് ഇസ് റിയലി ഗുഡ്. ആൾ ഓൾറെഡി 7 തവണ ഉപയോഗിച്ചു ആൻഡ് ഹി ലൈക്സ് ഇറ്റ്. സ്പീക്കിംഗ് ഓഫ് ഹിസ് പെർഫ്യൂം ഇൻട്രസ്റ്റ്, ഞാൻ ഈ EM5 കുറേ നാളായിട്ട് കാണുന്നുണ്ട്. EM5ൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ 499 റുപ്പീസാണ് ഈ പെർഫ്യൂമിൻ്റെ പ്രൈസ്. ഒരു 90 വേരിയൻസ് എങ്ങാണ്ട് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവസാനം ഞാൻ കുറേ നോക്കി ഐ പിക്ക് ദ വേരിയൻറ്റ് കോൺവോയ്. അക്വാട്ടിക്, സിട്രസ് ആൻഡ് അരോമാറ്റിക് എന്നാണ് പറയുന്നത്. മോഡറേറ്റ് പ്രൊജക്ഷൻ, മോഡറേറ്റ് ലോഞ്ചിറ്റിവിറ്റി ആൻഡ് നോട്ട്സ്. ടോപ്പ് നോട്ട് ലൈം, ലെമൺ, ജാസ്മിൻ, ഓറഞ്ച്. Heart note is jasmine, rosemary, peach, freesia, nutmeg. And base note is white, musk, cedar, patchouli and amber. I think this is also a classic male fragrance. And ഇതിന് നല്ല ലോഞ്ചിറ്റിവിറ്റി ഉണ്ട്. കാരണം ഇന്നലെ he wore it at 8 AM in the morning. Evening 7 ആയപ്പോൾ he returned.
പ്രൊജക്ഷനൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഹി വാക്ക്ഡ് ഇൻ ടു ദ റൂം. ഞാൻ കുറച്ച് അടുത്ത് പോയപ്പോൾ എനിക്ക് വീണ്ടും ഈ മണം കിട്ടുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് വേ ലോഞ്ചിറ്റിവിറ്റി വാസ് ദെയർ. ഓഫ് കോഴ്സ് ഹി വാസ് ഇൻ എൻ എയർ കണ്ടീഷൻ റൂം. ഭയങ്കര സ്വെറ്റി ഡേ ഒന്നും ആയിരുന്നില്ല. ബട്ട് കോൺവോയ് എൻഡഡ് അപ്പ് ബീങ് ഗുഡ്. EM5 ഇതുപോലെ കുറേ ഇൻസ്പയർഡ് വേരിയൻസസ്, ഇൻസ്പയർഡ് ഫ്രേഗ്രൻസസ് ഉണ്ട്. ആൻഡ് ജനറലി നല്ല റിവ്യൂ ആണ്. ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയൊരു പാക്കേജിങ് അല്ല. നമുക്ക് പേഴ്സണലി വാങ്ങി ഉപയോഗിക്കാനൊക്കെ ആണെങ്കിൽ ഓക്കെ. ആൻഡ് ദ പ്രൈസ് അറ്റ് 499 യു ആർ ഗെറ്റിംഗ് 50 ml വിച്ച് ഇസ് വെരി ഗുഡ്. അവരുടെ ചില ഫീമെയിൽ വേരിയൻസും ഉണ്ട്. ഞാൻ അതും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഔട്ട് ഓഫ് ദീസ് ടു ഐ തിങ്ക് മൈ പ്രിഫറൻസ് വുഡ് ബി അക്വ, ബിക്കോസ് എനിക്ക് ജനറലി ആ അക്വാട്ടിക് മണങ്ങൾ ഇഷ്ടമാണ്. കോൺവോയിൽ അക്വാട്ടിക് അത്ര സ്ട്രോങ് ഫ്രേഗ്രൻസ് അല്ല. കോൺവോയ് ഫീൽസ് മോർ ഓഫ് ഒരു ആംബർ മസ്ക് ഫ്രേഗ്രൻസ് ആണ് മുന്നോട്ട് നിൽക്കുന്നത്. Okay, then I picked this beautiful perfume by Lavi. ലാവിയുടെ ലുക്സ് റേഞ്ച് ആണ്. ഡിസൈൻ വൈസ് ദിസ് ഇസ് ഹെവിലി ഇൻസ്പയർഡ് ബൈ മാർക്ക് ജേക്കബ്സിൻ്റെ ഡെയ്സി, ഒരു കൾട്ട് ഫേവറേറ്റ് പെർഫ്യൂമാണ്. സിട്രസ്, അക്വാട്ടിക് ആൻഡ് വുഡി. അതിൽ തന്നെ ടോപ്പ് നോട്ട്സ് എന്ന് പറയുന്നത് റോസ്, ജ്യൂസി പിയർ, മാൻഡറിൻ. മിഡിൽ നോട്ട്സ് ഇസ് ഓറഞ്ച്, ഫ്ലോറൽ ഹിൻസ് ആണ്, ഗാർഡേനിയ അങ്ങനെ. ആൻഡ് ബേസ് നോട്ട് ഇസ് മസ്ക്. ഇറ്റ്സ് കൺസിഡേർഡ് എ ഡ്യൂപ്പ് ഓഫ് അർമാനി ആക്വാ ഡി ജിയോ എന്നൊരു പെർഫ്യൂം ഉണ്ട്. That's the thing. This Aqua di Gio, it's primarily a masculine fragrance. ഇത് പൊട്ടിച്ച് എനിക്ക് ആദ്യം ഫീൽ ചെയ്തതും അതാണ്. I wouldn't say it's heavily masculine, but it has that ഒരു masculine aquatic ഒരു സ്റ്റൈലാണുള്ളത്. ഇപ്പം ഡേവിഡ് ഓഫ് കൂൾ വാട്ടർക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. I am one among them. അപ്പം അതുപോലെയൊക്കെ ഡേവിഡിൻ്റെ സിമിലർ എന്നല്ല, പക്ഷേ അങ്ങനത്തെയൊക്കെ ഫ്രേഗ്രൻസസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഏഷ്യോർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദിസ് ദ പാക്കേജിങ്. ഗിഫ്റ്റ് കൊടുക്കാൻ ആക്ച്വലി വളരെ നല്ലൊരു ഓപ്ഷനാണ്. 3 വേരിയൻസിൽ അവൈലബിൾ ആണ്. ഒരു വാനില ബേസ്ഡ് ഒരു വേരിയൻറ്റും ഉണ്ട്, പിന്നെ ഒരു ഫ്ലോറൽ ഒരു വേരിയൻറ്റും ഉണ്ട്, പിങ്ക് ആൻഡ് യെല്ലോ. ദ പാക്കേജിങ് ഇസ് സോ ബ്യൂട്ടിഫുൾ. യു ആർ ഗെറ്റിംഗ് അറൌണ്ട് 1000 rupees ഫോർ 75 ml ഓഫ് ദ പ്രോഡക്റ്റ്. 25 ml അവൈലബിൾ ആണ്, പക്ഷേ അതിന് ഈ അടപ്പൊന്നുമില്ല. ഞാൻ ഒബ്വിയസ്ലി ഐ വാസ് സോൾഡ് ഫോർ ദി അടപ്പ് പ്രൈമർലി. ഇറ്റ്സ് എ നൈസ് ഫ്രേഗ്രൻസ്. ഐ തിങ്ക് ഇത് ഞങ്ങൾ യൂണിസെക്സ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഉപയോഗിക്കുമായിരിക്കും. നോട്ട് ടു സ്ട്രോങ് ആൻഡ് നോട്ട് ടു ഓൺ യുവർ ഫേസ് കൈൻഡ് ഓഫ്. ഇറ്റ്സ് എ സട്ടിൽ അക്വാട്ടിക് ഫ്രേഗ്രൻസ്. And then I picked the brand Bla Blee Blue. Picked the variant Peaches. So rose, orange and musk. ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് വെച്ചാൽ മറ്റേ വസ്ത്രാക്ഷേപം മഹാഭാരതത്തിലെ പോലെയാണ്. ആദ്യം ഒരു ബോക്സ്, അത് കഴിഞ്ഞ് ഇതേ പിന്നെ ഒരു ബോക്സ്. ഇതാ അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പെർഫ്യൂം ഇരിക്കുന്നത്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ പാക്കേജിംഗ് ആണ്. സോ ഡിസൈൻ വൈസ് ഈ ടോം ഫോർഡിൻ്റെ ചില ഫ്രേഗ്രൻസ് വേരിയൻസിൻ്റെ ഒരു ഡിസൈൻ, ഒരു സിലുവേറ്റ് അങ്ങനെയാണ് എന്ന് ഞാൻ വായിച്ചു. ഫ്രേഗ്രൻസ് വൈസ് ഇറ്റ് ഇസ് കൺസിഡേർഡ് എ വെരി ക്ലോസ് ഡ്യൂപ്പ് ഓഫ് ടോം ഫോർഡ് ബിറ്റർ സ്വീറ്റ്. അതൊരു പീച്ചി വേരിയൻ്റ് ആണ്. റോസ്, മസ്ക് ആൻഡ് ഓറഞ്ച്. ഫ്രേഗ്രൻസ് ഇസ് റിയലി ഗുഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഫീൽസ് ലൈക്ക് എ പെർഫ്യൂം. ഇറ്റ് ഇസ് സ്ട്രോങ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് പഞ്ചൻറ്റ്. അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് അടിച്ച് മൂവിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചു, ഡിന്നർ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് രാത്രി ഞാൻ വന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും എൻ്റെ ആ ടീഷർട്ടിന് ആ മണമുണ്ടായിരുന്നു. ഞാൻ അടിച്ചിട്ട് താഴെ പോയപ്പോഴും അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല മണമാണല്ലോ, നല്ല ഫ്രേഗ്രൻസ് ആണല്ലോ, അങ്ങനെ ചോദിക്കുന്നുണ്ട്. സോ അമ്മ അത്യാവശ്യം സെൻസിറ്റീവ് നോസ് ഉള്ള ഒരാളാണ്. ചില ഫ്രേഗ്രൻസസ് ആൾക്ക് ഒട്ടും പറ്റില്ല. ലക്കിലി ഇനഫ് ഇതുവരെ ഞാൻ അടിച്ചിട്ടുള്ള എല്ലാ മണങ്ങളും ഷീ ഈസ് ഓക്കെ വിത്ത്. ബട്ട് ബ്ലാ ബ്ലീ ബ്ലൂവിന് കുറേ വേരിയൻസ് ഉണ്ട്. 30 ml പാക്കേജസ് ഉണ്ട്, 100 ml ഉണ്ട്, പീച്ചസ്, പിന്നെ ഔദിൻ്റെ കുറേ വേരിയൻസ് ഉണ്ട്. ഔതെന്നാണോ ഊതെന്നാണോ പറഞ്ഞ് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ കുറേ വേരിയൻസ് ഉണ്ട്. പിന്നെ എന്തോ ലവ് ലെറ്ററോ അങ്ങനെ കുറേ. പീച്ചസ് ഇസ് ലൈക്ക് എ ബ്ലൈൻഡ് ബൈ. നോബഡി ക്യാൻ ഹേറ്റ് ദിസ് ഫ്രേഗ്രൻസ്. ഭയങ്കര ടു കോമൺ ഫ്രേഗ്രൻസ് ആണ് ഞാൻ പറയില്ല, പക്ഷേ ഐ ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് വെരി ഹാപ്പി, പ്ലസൻറ്റ്, മോർണിംഗ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ്. ഇറ്റ്സ് നൈസ്. പിന്നെ ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ സെലസ്റ്റിയ. ഞാനിതിന് കുറേ റിവ്യൂസും ഒക്കെ കണ്ടിട്ടാണ്. ഞാൻ പൊതുവേ സ്വിസ് ബ്യൂട്ടി ബ്രാൻഡ് മേക്കപ്പിനൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഐ ഡിഡ്ന്റ് റിയലി ട്രസ്റ്റ് ലൈക്ക് ദേ കുഡ് ക്രിയേറ്റ് ഗുഡ് പെർഫ്യൂംസ്. സോ സ്വിസ് ബ്യൂട്ടി ഒരു 5-6 വേരിയൻറ്റ് പെർഫ്യൂംസ് അവരുണ്ടാക്കി. ആൻഡ് ദേ റിയലി നോ പാക്കേജിങ്. ക്യാൻ യു സീ ഇതിനകത്ത് ഇങ്ങനെ സ്പാർക്ലിംഗ് ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. സോ ദ പാക്കേജിങ് ഇസ് റിയലി നൈസ്. സോ സെലസ്റ്റിയ എന്ന് പറയുന്ന ടോപ്പ് നോട്ട് ഇസ് ഓറഞ്ച്, മിഡിൽ നോട്ട് ഇസ് കോഫി ആൻഡ് ആൽമണ്ട് ആൻഡ് ബേസ് നോട്ട് ഇസ് സിഡാർ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വന്നത്. എഗെയിൻ ഒരു ഗിഫ്റ്റിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബോക്സാണ്. ആൻഡ് സെലസ്റ്റിയ ഇസ് കൺസിഡേർഡ് like heavily inspired by YSLൻ്റെ ബ്ലാക്ക് ഓപ്പിയം, എസ്പെഷ്യലി ഈ ഹാർട്ട് നോട്ട് ഉണ്ടല്ലോ, കോഫി ആൽമണ്ട്, ആ ഫ്രേഗ്രൻസ് ആണ്. സോ പാക്കേജിങ് ഇസ് ആക്ച്വലി വെരി സിമ്പിൾ. എൻ്റെ ഒരു ടൈപ്പ് ഫ്രേഗ്രൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ ഭയങ്കരമായിട്ട് ഈ ഗൂർമേ അല്ലെങ്കിൽ ഫുഡ് ബേസ്ഡ് മണങ്ങളുടെ ഒരു ഫാൻ അല്ല. ഐ ലൈക്ക് ഫുഡ്, പക്ഷേ എൻ്റെ പെർഫ്യൂംസിന് ആ മണം എനിക്കിഷ്ടമല്ല. ഇത് പക്ഷേ അങ്ങനെ ഒരു ഹെവിലി ഫുഡ് ഇൻസ്പയർഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് എ നൈസ് ഫ്രേഗ്രൻസ്, ബട്ട്
മേ നോട്ട് ബി മൈ കൈൻഡ് ഓഫ്. ഞാൻ കൂടുതൽ അക്വാ ഫ്ലോറൽ ഫ്രൂട്ടി റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. ദാറ്റ് സെഡ് പാക്കേജിങ് ഇസ് നൈസ്, ഇറ്റ്സ് വാല്യൂ ഫോർ മണി. ഒരുപാട് റേവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ദെൻ കംസ് സ്കിൻ ബൈ ടൈറ്റൻ്റെ 24/7 എന്നുള്ള പെർഫ്യൂം. ദിസ് ഇസ് പ്യോർലി ഫെമിനൈൻ ഫ്രേഗ്രൻസ് ആണ്. ഇങ്ങനെ ഫ്രേഗ്രൻസിന് അങ്ങനെ പേരൊന്നുമില്ല, ഫ്ലോറൽ എന്നാണ് എൻ്റെ പേര്. പിന്നെ അതുപോലെ അവർക്ക് സ്കാർലറ്റ് എന്നോ അങ്ങനെയൊക്കെ ഉണ്ട്. സോ വേറെ നെയിംസ് ഒന്നുമില്ല. 50 ml 100 ml പാക്കേജസും അവൈലബിൾ ആണ്. എവിടെ പെർഫ്യൂം? 50 ml ആണ് ഞാൻ പിക്ക് ചെയ്തത്. എനിക്ക് സ്കിൻ ബൈ ടൈറ്റൻ്റെ മണങ്ങൾ, ഒരു സെലസ്റ്റ് എന്ന് അവർക്കൊരു പെർഫ്യൂം ഉണ്ട്, സെലസ്റ്റ് എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് വൺ. സോ പൊതുവെ അവരുടെ ഫ്ലോറൽ ഫ്രേഗ്രൻസസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ 24/7 ചൂസ് ചെയ്തത്. And this is the packaging. This is a very mature floral fragrance. I think എൻ്റെ അമ്മയ്ക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ്. PDM ഡെലീന, അതായത് പെർഫ്യൂംസ് ഡേ മാർലി എന്നൊരു ബ്രാൻഡ്, അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അവരുടെ ഡെലീന, PDM ഡെലീന. ഈ പെർഫ്യൂമിൽ നിന്ന് ഹെവിലി ഇൻസ്പയർഡ് ആണ് ഈ 24/7 ഫ്ലോറൽ എന്നാണ് ഞാൻ റിവ്യൂസ് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ആൻഡ് ഈ ഡെലീന സപ്പോസ് ടു ബി ലൈക്ക് ഒരു ഭയങ്കര ഹൈപ്ഡ് ഒരു ഫ്രേഗ്രൻസ് ആണ്. ടോപ്പ് നോട്ട് ഇസ് ഓറഞ്ച്, ലീച്ചി. മിഡിൽ നോട്ട് ഇസ് റോസ് ആൻഡ് പിയോണി. ഈ റോസ് ആൻഡ് പിയോണി ഞാൻ പറഞ്ഞല്ലോ, മിഡിൽ നോട്ടാണ് നമ്മൾ ഇൻസ്പിറേഷൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഈ മിഡിൽ നോട്ട് ഇസ് വെരി സിമിലർ ടു PDM ഡെലീന. ആൻഡ് ബേസ് നോട്ട് ഇസ് ട്യൂബ്രോസ് ആൻഡ് സീഡാർ വുഡ്. As I said, this is a fragrance you can't go wrong with. Very mature floral fragrance. Projection is good, sillage is good. People might ask you, hi നല്ല മണമാണല്ലോ, കൊള്ളാലോ എന്ന് പറയിപ്പിക്കാൻ പറ്റുന്നൊരു ഫ്രേഗ്രൻസ് ആണ്. പ്രൈമർലി ഒരു rosy fragrance, but not too strong, but it is very powerful. Yeah, that's what I would use, I guess. Okay, and then ഈ ഒരു പെർഫ്യൂം, ഇറ്റ്സ് ബൈ UCB, യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെൻറ്റൺ. ഇതെനിക്ക് ആക്ച്വലി എൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അവരുടെ സിസ്റ്റർലാൻഡ് ഒരു റേഞ്ച് ഓഫ് പെർഫ്യൂംസ് ഉണ്ട്. ഇങ്ങനത്തെ ഡോൾ ലൈക്ക് പെർഫ്യൂംസ് ആണ്. അതിൽ പിങ്ക് റാസ്ബെറി എന്നുള്ള വേരിയൻ്റ് ആണ്. ഇറ്റ്സ് 80 ml. പാക്കേജിങ് തന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു. കല്യാണം മെയിലായിരുന്നു 2025. എനിക്ക് 7-8 മാസം എടുത്തു ഇതൊന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ. കാരണം ഇറ്റ് വാസ് ടു പ്രിറ്റി ഫോർ മീ ടു ഓപ്പൺ അപ്പ് ആൻഡ് യൂസ്. എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട്. ബട്ട് ഐ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. ഇതിൻ്റെ നോട്ട്സ്, ടോപ്പ് നോട്ട് ഇസ് റാസ്ബെറി, മിഡിൽ നോട്ട് ഇസ് ഓറഞ്ച് ബ്ലോസം ആൻഡ് ബോട്ടം ഇസ് സാൻഡൽവുഡ്. അതായത് സാൻഡൽവുഡിൻ്റെ ഒരു കാമിങ് മണം ഇതിനകത്തുണ്ട്. ഒരു ഫ്ലോറൽ സാൻഡൽവുഡ് ലൈക്ക് മണമാണ് ഫീൽ ചെയ്യുന്നത്. പ്രൊജക്ഷൻ ഇസ് വെരി, ഇറ്റ്സ് ഓക്കെ. ഇത് രാവിലെ അടിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ ഓഫ് കോഴ്സ് മൈ മദർ വുഡ് ആസ്ക് ചെയ്ത് പെർഫ്യൂം അങ്ങനെ ചോദിക്കും. ബട്ട് ത്രൂ ഔട്ട് ദ ഡേ ടിൽ ഈവനിങ് ഓർ ടിൽ എൻഡ് ഓഫ് ദി ഡേ നിന്നോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ബ്ലാബ്ലി ബ്ലൂ അല്ലെങ്കിൽ മാലിക്ക അല്ലെങ്കിൽ 24/7 നിൽക്കുന്ന പോലെ ഡേ തീരുന്നവരെ നിന്നില്ല എന്ന് ഫീൽ ചെയ്തു. ക്ലോത്ത്സിലുണ്ടായിരുന്നു. ദാറ്റ് സെഡ് ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ ഗിഫ്റ്റിംഗ്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ദറ്റ് ഷീ ഗിഫ്റ്റഡ് ദിസ് ടു മീ. കാരണം അതർവൈസ് ഞാനത് പിക്ക് ചെയ്ത് ഉപയോഗിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരുന്നു. സോ ദ ബോട്ടിൽ ഇസ് ഓൾസോ വെരി പ്രിറ്റി. വൺസ് ഇറ്റ് ഇസ് ഓവർ യു ഡോണ്ട് ഹാവ് ടു ത്രോ ഇറ്റ് ഓഫ്. ഇത് ആക്ച്വലി ഒരു ഒരു ക്യൂരിയോ പോലെ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. സോ ദാറ്റ് വേ ഇറ്റ് വാസ് എ വെരി വെരി യൂസ്ഫുൾ ഗിഫ്റ്റ്. ഓൾ റൈറ്റ്, സോ ഐ തിങ്ക് ഐ ഹവ് ഷോൺ ഓൾ ദ 8 പെർഫ്യൂംസ് ഐ വാണ്ടഡ് ടു ഷോ യു ടുഡേ. എനിക്ക് അതിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ എല്ലായിടത്തും മണപ്പിക്കുന്ന ടെൻഡൻസി എനിക്കിപ്പോൾ ഉണ്ട്. സോ ഐ തിങ്ക് ഐ എം ലൈക്കിംഗ് ദിസ് ന്യൂ റേഞ്ച് ഓഫ് പെർഫ്യൂംസ്. ആൻഡ് I will definitely recommend these. ഞാൻ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. You can check that out. So we will meet again. Until then, take care. Bye.